ചുമ്മാ മനുഷ്യനെ പറ്റിക്ക് ഓരോന്നേ 4000 രൂപ കൊടുത്ത് തലയുടെ സ്കാൻ എടുത്തിട്ട് തലയിൽ ഒന്നും ഇല്ലെന്ന്. എന്റെ പൊന്നു നേഴ്സ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാലും ഇങ്ങനെ തലയിൽ ഒന്നും ഇല്ലാന്ന്. ബിന്ദു ഡോക്ടർ എന്ത് പറഞ്ഞടി? ഇന്നത്തെ മനുഷ്യൻ നിങ്ങളുടെ ഓവർ ആക്ടിങ്. നിങ്ങൾക്ക് ഒരു കുരുവില്ല. എന്റെ ഈ തലയിൽ കെട്ടുവരെ ആരാ കാരണം അറിയാമോ? ആ നേഴ്സ്. നേഴ്സല്ല നീ. പിന്നെ പണിക്ക് പോവാതെ വീട്ടിൽ കയറിയിരുന്ന ആളെ ഞാൻ എന്തോ ചെയ്യണമായിരുന്നു. അന്ന് എന്റെ ഒരു ഒറ്റ അടിക്ക് പൊട്ടിയതാ എന്റെ തല. അല്ല എന്റെ പൂച്ചട്ടി. നിന്റെ പൂച്ചട്ടി. ഇവിടെ മനുഷ്യനെ തല പൊട്ടിയത് നിനക്ക് ഒന്നും പറയുന്നില്ലടി. വിധവാ പെൻഷൻ മേടിച്ച് ജീവിക്കാനും നിങ്ങൾ എന്നെ സമ്മതിക്കരുത്. ബിന്ദു ഞാൻ നിനക്കൊരു ബാധ്യതയാണോ? ഈ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പറ. എന്റെ കൈ ഇപ്പൊ ഫ്രീ ആണ്. ആണെങ്കിൽ എന്റെ കണ്ണീരും തുറച്ചരാവാ. അയ്യോ കൃഷ്ണമണി തോണ്ടിക്കളനല്ല ഞാൻ പറഞ്ഞത്. അതെ ഈ കൈ ഒടിഞ്ഞിരിക്കൊന്നും അല്ലല്ലോ. പലിശക്കാർക്ക് പൈസ കൊടുക്കാതിരിക്കാനുള്ള അടവാ ഇത്. എന്തായാലും ഈ അടവ് സക്സസ് ആയില്ലേ? ആ ഉവാവ് കാരണം തന്നെയാണ്. എടി നാളെ എന്നെ കാണാൻ വേണ്ടി കുറച്ച് ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ വരുന്നുണ്ട്. അവർക്ക് കൈയിടാൻ ഗ്ലൗസ് എന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ കച്ചവടാക്കി വെച്ചേക്കുന്നു. ആണോ? എന്നാ പിന്നെ സ്റ്റംപാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൂടെ പോയിക്കൂടായിരുന്നോ? അയ്യോ സ്റ്റെമ്പായിട്ട് പോയിന്നാലേ അവരുടെ വിക്കറ്റ് ലഭിക്കും. മാത്രമല്ല മിഡിൽ സ്റ്റം അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഗോൾഡൻ ടത്താ. ഇത് കണ്ടപ്പോഴേ ഓർത്തത് പഞ്ചായത്തിൽ നിന്ന് ആട് കൃഷിക്ക് 50,000 രൂപ കിട്ടുന്നുണ്ട്. കണ്ടു പഠിക്കടി. ഒരു പച്ചില തിന്നുകൊണ്ടിരിക്കുന്ന ആട് വരെ കൃഷി ചെയ്ത് 50,000 രൂപ ഉണ്ടാക്കി. അയ്യോ അതങ്ങനല്ല. ഒന്നും പറയണ്ട. പണിക്ക് പോകാണ്ടിരിക്കാൻ ഓരോ കാരണങ്ങൾ കൊണ്ട് വരില്ലേ. ഈ കൈയെങ്കിലും ഒന്ന് മാറ്റിപ്പിടി. അല്ല പാടത്തിരിക്കുന്ന കൊക്കാന്ന് പറഞ്ഞ ആരെങ്കിലും പിടി വെക്കും. ഇതെന്തുവാ? പറന്നു പോണ ഒക്കിനെ വിടേക്കാനേ ചീ പൊളിക്കും. എന്തുവായാലും നിങ്ങൾക്ക് മരണം ഉറപ്പാ. കടക്കാരുടെ ചോദ്യത്തിന് മുന്നേ ഞാൻ ഉത്തരം മുട്ടുവാ. അത്രയ്ക്ക് ടഫ് ക്വസ്റ്റ്യൻ ആണോ? അയ്യോ 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 3 മാസമായി ഞാൻ ഈ കട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് അവരായിട്ട് എന്റെ അച്ഛൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് തന്നെ. 3 മാസമായിട്ട് പെട്ടി കിടക്കുമല്ലോ. നിങ്ങൾ കള്ളം ഒടിച്ച് കിടക്കുമല്ലോ. ആരടി കല്ലടിച്ചിറങ്ങുന്നത്? ഇവിടെ മനുഷ്യന് കൈ അനക്കാൻ പറ്റില്ല, കാനടക്കാൻ പറ്റാണ്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എവിടെ? അല്ല ഇവിടെ അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്റെ മൂത്രം ടെസ്റ്റിൽ വിട്ടോ? പിന്നെ ടെസ്റ്റിൽ വിടാൻ സച്ചിനും ധോണിയല്ലേ? അതല്ലെന്ന് ഈടായിട്ട് എന്റെ മൂത്രത്തിന് ഒരു കളർ മാറ്റമുള്ളത് നല്ലതാ. എന്നും ഒരേ പാറ്റേണി പോയാലേ ലാഭം ഇരിക്കുന്നവർക്ക് പോറ. രമേശൻ ട്യൂബ് ഇടാൻ വരണേ. അത് കൊള്ളാം. വയ്യാതിരിക്കുന്ന എന്റെ ചേട്ടൻ തന്നെ വന്ന് ട്യൂബ് ഇടണം ഇല്ലയോ? ട്യൂബ് പോയിട്ടൊരു ബൾബ് മാറാൻ പോലെ ഞാൻ ചേട്ടനെ വിടത്തില്ലെങ്കിലോ? ആഹാ നിന്റെ ചേട്ടൻ തന്നെ പറഞ്ഞത് നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് മൂത്രം പോവാൻ ട്യൂബിടണോ. അയ്യേ ബാക്കിയുള്ള ഒരു വെട്ടവും വെളിച്ചവും ഇല്ലാത്തടുത്ത് ട്യൂബ് ഇടും. നിങ്ങളെന്തിനാ മനുഷ്യ മൂത്രം ഒഴിക്കുന്നിടത്ത് തന്നെ ട്യൂബ് ഇടുന്നത്? അയ്യോ ട്യൂബ് വേണ്ടോ. പിന്നെ ഇപ്പൊ അവിടുന്ന് വിളിച്ചു പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ, ആ സിസ്റ്ററെ നീ ഇവിടെ വന്ന സമയത്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്ത്? എന്താ ഞെട്ടാൻ? ഞാനൊരു തരം രോഗിയാണല്ലോ. അപ്പൊ ഈ രോഗികളെ കുറിച്ച് പലതും പറയാമല്ലോ. മരുന്ന് കൃത്യസമയത്ത് കൊടുക്കണം, ആഹാരം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സമ്മതമാണല്ലേ കള്ളി? കേട്ടില്ല. സമാധാനമില്ല ഈ വള്ളി കൊണ്ടെന്ന്. വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എന്താ? നിങ്ങൾക്ക് എന്തിന്റെ അസുഖമാ മനുഷ്യ? നീ എന്നോട് ക്ഷമിക്കണം. നീ വീട്ടിൽ പോയ സമയത്ത് ഞാൻ അറിയാതെ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ആ നേഴ്സിനോട് എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒട്ടും വയ്യാന്ന്. ഇപ്പൊ അവര് നിങ്ങളെ മയക്കാൻ വരുന്നുണ്ട്. നീ ഇവിടെ നിൽക്കുന്ന സമയത്തൊക്കെ മയക്കോ? അങ്ങനെ കണ്ടു പഠിച്ചെങ്ങനെ എങ്ങനെ മയക്കണം എന്നുള്ളത്. കുത്താൻ വരാൻ നേഴ്സ് എന്താ കൊതുകോ? അയ്യോ 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 ആർക്കാരും വേദനിക്കും. അതല്ലടി എനിക്കാണെങ്കിൽ കടം കൂടി അത് വെറുതെ ഇരുന്ന് തിന്നിട്ടാ. കനം കൂടി എന്നല്ല പറഞ്ഞത്, കടം കൂടി ഈ കിഡ്നി വരെ വിറ്റാണെന്ന് ആലോചിക്കാൻ ഞാൻ. നിങ്ങൾ അങ്ങനെ ഒന്നും ആലോചിക്കാതെ ഇപ്പൊ തന്നെ കൊടുക്കുന്നേ. അയ്യ ഇങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യും. ഇനി ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അയ്യ അതല്ലെന്ന് വന്ന കാലം കൂടെ ഈ പൊതിച്ചോറ് മാത്രം തിന്നോണ്ടിരിക്കണത്. അവന്മാരുടെ വല്ല ബിരിയാണി തരാൻ വേണ്ടി അവന്മാർ തന്നിട്ടില്ല. എന്തെങ്കിലും ഞാൻ ചെയ്യും. ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണി നോക്കരുതെന്നാ. ഇവിടെ സ്ത്രീധനം കെട്ടിക്കൊണ്ടൊന്നും നിന്റെ പല്ലെണ്ണ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ദാനം കിട്ടുന്ന പശുവിന്റെ ഇന്നെങ്കിലും ഇത് മുഴുവൻ കഴിക്കണം. അങ്ങനെ നല്ല കാര്യം പറയും മോളെ. എവിടെ ഒരുങ്ങി കെട്ടി? അല്ല ഇന്നെങ്കിലും ഇത് മുഴുവൻ കഴിക്കണം പറഞ്ഞില്ലേ? നിങ്ങളുടെ കാര്യത്തിന് ഓടി നടന്ന എന്റെ ആഹാരം ശരിയാവുന്നില്ല. ഇന്നെങ്കിലും എനിക്ക് ഇത് മുഴുവൻ കഴിക്കണം. അപ്പൊ ഞാനെന്ത് കഴിക്കും? ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങൾക്ക് വിഷമാവോ? പിന്നെ എനിക്ക് തരാൻ ഒറ്റ കഴിച്ച പിന്നെ എനിക്ക് വിഷമാവൂ. അതല്ലെന്നോ ആ സന്തോഷ് ഡോക്ടർ എന്നോട് പറയുമ്പോ നിങ്ങൾക്ക് ഇനി ചികിത്സാ സഹായം കിട്ടണമെങ്കിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ? എനിക്ക് ചികിത്സാ സഹായം കിട്ടാൻ വേണ്ടി ഒരു ഡോക്ടറെ മുമ്പിൽ നീ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു കത്തും. ഇന്ന് ഞാനൊരു കുത്തൂനാണ്. ഇടി പെടകാലി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഒപ്പിടാൻ പറഞ്ഞാണ്. എന്റെ മനസ്സ് പറയും നിങ്ങൾ എന്തോ ചെയ്തേ. അതൊക്കെ പോട്ടെ, ഇന്നോ നാളെയൊന്നും പറഞ്ഞോണ്ടിരിക്കുമല്ലോ. അയ്യേ ഞാൻ അഭിനയിക്കാൻ ചാവാൻ വേണ്ടി കിടക്കല്ല. നിങ്ങളുടെ കാര്യമല്ല, ഇന്നോ നാളെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടുവല്ലോ. വീട്ടിൽ പോയി നമ്മൾ എങ്ങനെ ജീവിക്കും? ബിന്ദു നീ വിചാരിച്ചാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? സുഖമായിട്ടും കൂടെ വിചാരിക്കണ്ടേ? സുഖൂന്റെ കൂടെ പോയി അടിച്ചിട്ട് എനിക്കറിയാം നിങ്ങൾ വെറുതെ പോലെ നിങ്ങൾ അത് പറയത്തില്ല. അതല്ലെന്ന് എടി നമുക്ക് നിന്റെ താലിമാല പണം വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ? അങ്ങനെ പറയല്ലേ. നിങ്ങൾ വീട്ടിലില്ലാത്തപ്പോ ഈ താലിമാലയല്ല ഞാൻ നിങ്ങളെ കാണുന്നത്. അതെന്താടി ഞാൻ വീട്ടിലെ സമയത്ത് ഈ താലിമാല നിങ്ങൾക്ക് പാത്രം കഴുകി തരാറുണ്ടാ? നിന്റെ തുണിയെ കലക്കി തരാറുണ്ടാ? പിന്നെ ലോജിക്കലാണ്ട് സംസാരിക്കല്ലേ? എന്താ പറഞ്ഞാലും ഞാൻ ഇത് തരത്തില്ല. നീ എന്ത് പറഞ്ഞാലും ഈ താലി തരും. താലി താടി, താലി ഊരടി, താലി ഊരടി, ഊരടി താലി താടി. കുറച്ചുകൂടെ കളിച്ചോണ്ടിരിക്കണേ, പാല് വരാൻ പറ്റുന്നില്ല. താടി താടി. ഇനിയിപ്പോ ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും എനിക്ക് കുഴപ്പമില്ല. ഈ മാല കൊണ്ട് ഞാൻ പറക്കും. അതെ ഇച്ചിരി പുളിക്കും. പറന്നു പോകുന്ന കൊക്കിനെ വെടിവെച്ചിടാനല്ലേ പറ്റാതുള്ളൂ. എറിഞ്ഞിടാമല്ലോ.